വി എസിനെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിദ്വേഷം ഒരിക്കലും കാട്ടാത്ത സ്വഭാവമാണ്. മറ്റു പല നേതാക്കന്മാർക്കും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ മാധ്യമപ്രവർത്തകരാകുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് വിമർശിക്കുന്ന രൂപത്തിലുള്ള ലേഖനങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ ഒക്കെ നടത്താറുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ രാഷ്ട്രീയ ജേർണലിസം നടത്തുന്ന ഒരാളായതുകൊണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും വി എസ് മുഖ്യമന്ത്രിയായപ്പോഴൊക്കെ അദ്ദേഹം പാർട്ടിക്കകത്തുണ്ടാക്കിയ കുറെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് കടുത്ത വിമർശനത്തോടുകൂടിയ ലേഖനങ്ങൾ കലാഭവനിലൊക്കെ എഴുതിയിരുന്നു. സ്വാഭാവികമായിട്ട് വി എസിനായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുടെ അടുത്ത് വളരെ ശത്രുതാപരമായിട്ട് പെരുമാറി. പക്ഷേ പിൽക്കാലത്ത് വി എസിന്റെ 90-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ചില അവസരം തന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം അരമണിക്കൂറാണ് എനിക്ക് അനുഭവിച്ചത്. എനിക്കെന്നല്ല, ആ പത്രത്തിനാണ് അനുഭവിച്ചത്. ഞാനാണെന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ആ അരമണിക്കൂറിനിടയിൽ നമ്മൾ തീർക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ മറ്റു പല ആളുകൾക്ക് സമയം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡീറ്റെയിലായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വളരെ താല്പര്യം തോന്നി. പിന്നീട് അത് 3 മണിക്കൂറിലേറെ ആ സംസാരം നീണ്ടുവന്നു. അതിനിടയിൽ അദ്ദേഹത്തെ കാണാൻ പല ആളുകൾ വന്നെങ്കിലും അതൊക്കെ മാറ്റി അവരോടൊക്കെ ഇരിക്കാൻ പറയൂ, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് പറഞ്ഞ അത്രയും എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം സാധാരണഗതിയിൽ അദ്ദേഹത്തിനെതിരെ തുടർച്ചയായിട്ട് വിമർശിക്കുന്ന ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതില്ല. മുഖ്യമന്ത്രിയായിട്ട് പോലും അദ്ദേഹം എനിക്ക് അനുഭവിച്ചിട്ടുള്ള അരമണിക്കൂറായിട്ട് പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പൊളിറ്റിക്സ് അറിയാവുന്ന ഒരാളുമായിട്ട് സംസാരിക്കുമുണ്ടാവുന്ന ഒരു പ്രത്യേകത അത് അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം മുതൽ സ്പ്ലിറ്റ് മുതലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിലായിട്ട് അറിയുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം രസത്തിൽ അദ്ദേഹം ലയിച്ചിരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഒരിക്കൽ പോലും വ്യക്തിപരമായ വിരോധം മനസ്സിൽ സൂക്ഷിക്കാതെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു വി എസ് എന്നാണ് എൻ്റെ അനുഭവം. അതാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഒരുപാട് വാർത്താ സമ്മേളനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തിബന്ധം ഒരിക്കലും മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കളെ പോലെ ഒന്നും ബന്ധം പുലർത്താൻ കഴിയാത്തൊരു നേതാവ് കൂടിയായിരുന്നു അല്ലേ അദ്ദേഹം? വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ട്. വ്യക്തികളുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാമല്ലോ. അദ്ദേഹം അപ്പോൾ കാണുന്ന അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയം. അപ്പൊ അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നു. വ്യക്തികളോട് കൂടുതൽ ഇടപഴകിക്കൊണ്ട് ആളുകളെ ഈ നമ്മളെ സുഖിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും, അതിൽ ലയിച്ച് സംസാരിക്കുന്നില്ല. മറ്റു പല ആളുകളും അങ്ങനെയല്ല. അപ്പൊ നമ്മൾ വിമർശിച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പല മുഖ്യമന്ത്രിമാർക്കും ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നയാളാണ്, എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം പലപ്പോഴും ഉണ്ടാവുന്ന ഭരണാധികാരികളുണ്ട്. വി എസ് അങ്ങനെയായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹിതൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പ്രത്യേകം ഈ കുറുക്കിയും നെറ്റിയുമുള്ള സംസാരമുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അതല്ലാതെ കടക്ക് പുറത്തു ഈ പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.